ഓം നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ ഫുല്ലാരവിന്ദായതപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയപ്രദീപഃ. പുരാണ കഥാഖ്യാനങ്ങളെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുന്നത് മുരുകൻ കാട്ടാക്കട എഴുതിയ ഒരു കവിതയാണ്. ഇത് ബാഗ്ദാദാണ്, അമ്മ പറഞ്ഞു ഒരു അറബിക്കഥയിലെ ബാഗ്ദാദ്. അപ്പോൾ അമ്മ അറബിക്കഥയിലെ ബാഗ്ദാദിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. നല്ല കാര്യം തന്നെ. പക്ഷേ എൻ്റെ അമ്മ ഒരിക്കലും എന്നോട് അറബിക്കഥ പറഞ്ഞു തന്നിട്ടില്ല. എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നത് എന്താണ്? ശ്രീകൃഷ്ണൻ്റെയും ശ്രീരാമൻ്റെയും ചരിത്രമാണ്. കുറേ പുരാണ കഥകളാണ്. പിന്നെ കുറച്ച് കുടുംബപരമായ ഐതിഹ്യങ്ങളാണ്. ഇത്രയുമാണ്. പക്ഷെ അതിൽ ഞാൻ തെറ്റ് പറയുന്നില്ല. ഏതോ ഒരമ്മ, ഒരു വളരെയേറെ ലോകവിജ്ഞാനമുള്ള ഒരമ്മ അറബിക്കഥ പറഞ്ഞു കൊടുത്ത് തെറ്റൊന്നുമില്ല. അറബിക്കഥയിലെ ബാഗ്ദാദ്. എന്നാൽ ഞാൻ ഈ അറബിക്കഥ വായിച്ചപ്പോഴാണെന്ന് വെച്ചാൽ 1001 രാവുകൾ എന്ന പുസ്തകം വായിച്ചപ്പോഴാണ് അറിയാൻ സാധിച്ചത്. അതിലെ പ്രതിപാദ്യം എന്താണെന്ന് വെച്ചാൽ, ഷഹർബാൻ എന്നു പേരായ സുൽത്താൻ ക്രൂരതയിൽ പേരുകേട്ട ആളായിരുന്നു. ദിവസവും ഓരോ പെൺകുട്ടികളെ കൊണ്ടുവന്ന് ഉപഭോഗം നടത്തിയ ശേഷം പിറ്റേ ദിവസം രാവിലെ അവരെ വധിക്കുന്ന ഒരു വിനോദത്തിൽ ഏർപ്പെട്ടിരുന്ന ആളായിരുന്നു ഈ ഷഹർബാൻ. ആ ഷഹർബാൻ്റെ മനസ്സു മാറ്റുവാൻ മന്ത്രിയുടെ പുത്രിയായ ഷഹരാസാദ് എന്ന പേരായ ഒരു ബാലിയയ്ക്ക് സാധിച്ചു. ഒരു പെൺകുട്ടിക്ക് സാധിച്ചു. ആ പെൺകുട്ടിയാവട്ടെ 1001 രാവുകളിലായിട്ട് പല കഥകളും പറഞ്ഞു കൊടുത്തു. ഈ കഥകളൊക്കെ കേട്ടപ്പോൾ ഷഹർബാനും മനസ്സംസ്കാരം സിദ്ധിക്കുകയും മനസ്സു മാറി, മാനസാന്തരം വന്നു, മനസ്സ് സംസ്കാരമുണ്ടായി. അങ്ങനെ മനസ്സിൻ്റെ സംസ്കാരം വരികയും പിന്നീട് നല്ല മനുഷ്യനായി ജീവിക്കുകയും ചെയ്തു. ആ ഷഹരാസാദിനെ പിന്നീട് വിവാഹം ചെയ്യുകയും ചെയ്തു. ഇതാണ് അതിലെ പ്രതിപാദ്യം. ഈ പ്രതിപാദ്യത്തിനുള്ളിലാണ് കഥകളും ഉപകഥകളുമായിട്ട് ധാരാളം കഥകൾ ഉണ്ടായിത്തീർന്നത്. ഈ കഥയെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പേർഷ്യയിലെ കഥാസരിത് സാഗരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിൽ, ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ കഥ എഴുതപ്പെട്ടതാണ് കഥാസരിത് സാഗരം എന്ന പേരായ ഗ്രന്ഥം. ഇതുപോലെ ധാരാളം കഥകൾ നമുക്കുണ്ടായിട്ടുണ്ട്. പഠിപ്പിൽ മോശമായി തീർന്നിരുന്ന രാജകുമാരന്മാരെ രാജനീതി അഭ്യസിപ്പിക്കുവാൻ വേണ്ടിയാണ് വിഷ്ണു ശർമ്മ പഞ്ചതന്ത്രം കഥകൾ എഴുതിയത്. ഇത്തരത്തിൽ കഥാശ്രവണത്തിലൂടെ ധാരാളം മാറ്റങ്ങൾ ഉണ്ടായിത്തീരുന്നുണ്ട്. മനുഷ്യൻ്റെ സംസ്കാരം വർദ്ധിക്കും, ലോകപരിചയമുണ്ടാവും, വിശാല മനസ്കത ഉണ്ടായിത്തീരും. അതിനാണ് പുരാണങ്ങളും ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. പുരാണങ്ങളുടെ ഘടന അതാണ്. ധാരാളം കഥാസാഹിത്യങ്ങൾ നമുക്കുണ്ട്. പാശ്ചാത്യ ലോകത്തുണ്ട്. ഇലിയഡ്, ഒഡീസി തുടങ്ങിയ കാര്യങ്ങളുണ്ട്. റഷ്യയിലുണ്ട്. ടോൾസ്റ്റോയിയുടെയും മാക്സിം ഗോർക്കിയുടെയും കഥാസാഹിത്യങ്ങളാണത്തെ റഷ്യൻ വിപ്ലവത്തിന് പ്രോത്സാഹനമായി തീർന്നത്. അപ്പോൾ ഇത്തരത്തിൽ ലോകത്തെമ്പാടും കഥകൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ കഥകളിലൂടെ മനുഷ്യരാശിയിൽ, സമൂഹത്തിൽ പരിവർത്തനം സൃഷ്ടിച്ചതായി കാണപ്പെടുന്നുണ്ട്. എന്ന കഥകളുടെ നാടാണ് ഭാരതം. എത്രയെത്ര കഥകളാണുള്ളത്. രാജതരംഗിണി, കഥാസരിത് സാഗരം, പഞ്ചതന്ത്രം, ഹിതോപദേശം, നമ്മുടെ വളപട്ടണത്തിൽ ജീവിച്ചിരുന്ന അതുല കവിയുടെ മൂഷികവംശം, ചിലപ്പതികാരം, മണിമേഖല തുടങ്ങി എത്രയെത്ര കഥകളാണ് നമുക്ക് പറയുവാനുള്ളത്. ഈ കഥകളൊക്കെ തന്നെ നോക്കുകയാണെങ്കിൽ
മനുഷ്യൻ്റെ സംസ്കാരത്തിന്, ഭാരതീയ സംസ്കാരത്തിന് വളരെയേറെ പ്രോത്സാഹനകരമായി തീർന്നിട്ടുണ്ട്, വളരെയേറെ അത് വിവൃദ്ധമാനമായി തീർന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ സമ്പത്ത്. ശ്രീ മഹാഭാരതം നോക്കുകയാണെങ്കിൽ അതിൽ 1.25 ലക്ഷം ശ്ലോകത്തോടു കൂടിയതാണത്. 1.25 ലക്ഷം ശ്ലോകവും 10,000-ലേറെ കഥകളും ഉപകഥകളും ഒക്കെ ചേർന്നതാണത്. അതിൻ്റെ മെയിൻ സ്ട്രീം എന്താണ്? പഞ്ചപാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിൽ യുദ്ധം. പക്ഷെ അത് കൂടാതെ ഉപകഥകളും ഒക്കെ തന്നെ ധാരാളം അവിടെ വന്നു ചേർന്നിട്ടുണ്ട്. പലപ്പോഴും അതൊക്കെ തന്നെ ഒരു കൗൺസിലിങ്ങിൻ്റെ ഗുണം ചെയ്തിട്ടുണ്ട്. ധർമ്മപുത്രർ വളരെയേറെ നിർവിണ്ണനായി ഇരിക്കുന്ന അവസരത്തിൽ, ദുഃഖപരവശനായിരിക്കുന്ന അവസരത്തിൽ, അപ്പോഴാണ് വ്യാസഭഗവാൻ പലപ്പോഴും അവിടെ എത്തി പല കഥകളും പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്, എന്നോളം ദുഃഖം അനുഭവിച്ചവർ ഈ ലോകത്തുണ്ടോ, മറ്റാരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് വ്യാസഭഗവാൻ അവിടെ കഥ പറഞ്ഞത്. അങ്ങനെയാണ് ശാകുന്തള ഉപാഖ്യാനമൊക്കെ വന്നത്, അതേപോലെ നളയരിതം വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ കഥകളും ഉപകഥകളും കൊണ്ട് നിറഞ്ഞതാണ് വാസ്തവത്തിൽ ഈ മഹാഭാരതം, രാമായണം മറ്റൊന്ന്. അപ്പോൾ എല്ലാ കഥകളുടെയും പൊരുളെന്താണ് ചിന്തിക്കണം. ചുരുക്കി പറഞ്ഞാൽ രാമനെ പോലെ ആവുക, രാവണനെ പോലെ ആവാതിരിക്കുക എന്ന് പറയാം സാമാന്യമായിട്ട്. സദ്ഗുണസമ്പന്നനായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച് ആ കഥാപാത്രത്തെ അനുകരിച്ചുകൊണ്ടുള്ള, അതായത് അനുകരണീയമായ ഒരു ജീവിതവൃത്തി കൈവരിച്ച ആ കഥാപാത്രത്തെ മാതൃകയാക്കിക്കൊണ്ട് ജനങ്ങൾ ആ സിദ്ധാന്തത്തെ പിന്തുടർന്ന് കുറച്ചെങ്കിലും നല്ലവരായി ജീവിക്കും. പൂർണ്ണമായിട്ടാർക്കും ആവില്ല, കുറച്ചെങ്കിലും നല്ലവരായി ജീവിക്കുമെന്ന ഒരു സങ്കല്പമാണ് ഈ കഥകൾ പിറകിലൊക്കെ തന്നെയുള്ളത്. പക്ഷെ അത് മാത്രമല്ല, ഇവിടെ ശ്രീരാമനുണ്ട്, രാവണനുണ്ട്, ദുര്യോധനനുണ്ട്, യുധിഷ്ഠിരനുണ്ട്. മഹാഭാരതം കഥയിൽ നോക്കുകയാണെങ്കിൽ ദുര്യോധനൻ്റെ ഗുണഗണങ്ങൾ ധാരാളം വർണ്ണിക്കുന്നുണ്ട്, യുധിഷ്ഠിരൻ്റെ ഗുണഗണങ്ങൾ വർദ്ധിക്കുന്നുണ്ട്, ദോഷങ്ങളും അവിടെ വർണ്ണിക്കുന്നുണ്ട്. അതുപോലെ ദുര്യോധനൻ്റെ ഗുണവും വർദ്ധിക്കുന്നുണ്ട്, ദോഷവും അവിടെ വർണ്ണിക്കുന്നുണ്ട്. നിഷ്പക്ഷമായിട്ടാണ് മഹാഭാരതം പറയപ്പെട്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു നോവൽ വായിക്കുകയാണെങ്കിൽ ആ നോവലിൽ ഒരു നായകനും ഒരു പ്രതിനായകനും ഉണ്ടായിരിക്കും. നായകൻ ഒരുപക്ഷെ സർവ്വഗുണസമ്പന്നനായിരിക്കും, പ്രതിനായകൻ സർവ്വദോഷങ്ങളും അടങ്ങിയ ആളുമായിരിക്കും. അതാണ് നാം കണ്ടുവരുന്നത്. പക്ഷേ മഹാഭാരതത്തിൽ അതല്ല. അതിൽ ആരാണ് നായകൻ എന്ന് ചോദിച്ചാൽ പറയാൻ പ്രയാസമാണ്. യുധിഷ്ഠിരനാണോ നായകൻ? ശ്രീകൃഷ്ണനാണോ നായകൻ? കർണനാണോ നായകൻ? കർണൻ ശത്രുപക്ഷത്താണെങ്കിൽ പോലും, ദുഷ്ടന്മാരുടെ പക്ഷത്താണെങ്കിൽ പോലും കർണൻ്റെ ഗുണഗണങ്ങൾ ധാരാളം അവിടെ വർണ്ണിക്കുന്നുണ്ട്. അങ്ങനെ കർണൻ്റെ ആ ഗുണഗണങ്ങൾ എടുത്തുകൊണ്ടാണ് ഭാസമഹാകവി കർണഭാരം എന്നു പേരായ നാടകം എഴുതിയത്. അതുകൊണ്ട് തന്നെയാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ കർണഭൂഷണം എന്നു പേരായ ഒരു കാവ്യം എഴുതിയത്. ആ കർണൻ്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ്. ഇത്തരത്തിൽ ഓരോ കഥാപാത്രത്തിൻ്റെയും ഗുണഗണങ്ങൾ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കി അതിൽ ഗുണം തിരഞ്ഞെടുക്കുവാനുള്ളതായ മൗലികമായ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പുരാണത്തിൽ പറയുന്ന എല്ലാം ശരിയായിരിക്കണമെന്നില്ല, ശരിയും തെറ്റും അതിലുണ്ട്. അതുകൊണ്ടാണ് അതൊക്കെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അതിൽ തെറ്റുമുണ്ട്, ശരിയുമുണ്ട്. അതുകൊണ്ട് മഹാകവി കാളിദാസൻ പറഞ്ഞു, പുരാണമിത്യേവന സാധു സർവം നജാപി കാവ്യം നവമിത്യവദ്യം സന്തപരീക്ഷന്യതര ഭജന്തേ മൂഢപരപ്രത്യനേയ ദൃഷ്ടി എന്ന്. ഇത് പുരാണത്തിൽ പറയപ്പെട്ടതാണ് എന്നതുകൊണ്ട് മാത്രം അത് ശരിയായിക്കൊള്ളണമെന്നില്ല. പുതിയൊരു കാവ്യമായതുകൊണ്ട് തെറ്റാണെന്നും പറയാൻ പറ്റില്ല. സജ്ജനങ്ങൾ എന്ത് ചെയ്യുന്നു? അത് പരീക്ഷിച്ചിട്ട് ഏതാണ് ശരിയെന്ന് മനസ്സിലൂടെ പരീക്ഷിച്ചറിഞ്ഞിട്ടാണ് അത് സ്വീകരിക്കാൻ പാടുള്ളൂ. അല്ലാതെ പുരാണത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് മുഴുവൻ ശരിയാണ്,
എന്ന് പറയുവാൻ വേണ്ടി ഒരിക്കലും ആഹ്വാനം ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് വിമർശേതത് ഇതാനിയും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഭഗവത്ഗീത അവസാനം പറഞ്ഞിരിക്കുന്നതാണ്, ഇതൊക്കെ തന്നെ ഞാൻ നിനക്ക് ഈ തത്വങ്ങളൊക്കെ തന്നെ പറഞ്ഞു തന്നു, ഈ ഒരു കാര്യം ചെയ്യൂ, അത് മനസ്സിലിട്ട് വിമർശനം ചെയ്തിട്ട് യഥേച്ഛസി തഥാ ഗുരു, നീ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ പ്രവർത്തിച്ചോളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കഥകൾ പറഞ്ഞു തരുവാനേ പറ്റുകയുള്ളൂ. ആ കഥകൾ കേട്ടുകഴിഞ്ഞാൽ മനസ്സിൻ്റെ ഉദാത്തീകരണം സംഭവിക്കും. ആ മനസ്സിൻ്റെ ഉദാത്തീകരണത്തിലൂടെ മാത്രമേ ശരിയായ സംസ്കാരം ഇവിടെ കെട്ടിപ്പടുക്കുവാൻ സാധിക്കുകയുള്ളൂ, ശരിയായ മാനവ സംസ്കാരം കെട്ടിപ്പടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ നാം ഇത്രയും കാലം ആർജിച്ച പുരോഗതിയൊക്കെ തന്നെ അസ്ഥാനത്തായി തീരും. മഹാഭാരതത്തിന് ഇത്രയും ബൃഹത്തായ ഒരു ഘടന പരിശോധിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, മഹാഭാരതത്തിലില്ലാത്ത അതായത് ലോകത്തൊന്നും തന്നെ ഇല്ല എന്ന്. ലോകത്തിന്ന് എന്തെന്തൊക്കെ ഉണ്ടോ അതൊക്കെ മഹാഭാരതത്തിലുണ്ട്. എന്ന് വെച്ചാൽ ഇന്നത്തെ റോക്കറ്റും അതുപോലെ തന്നെ യുദ്ധസന്നാഹങ്ങളൊന്നും ഒരുപക്ഷെ അന്ന് ഉണ്ടായി എന്ന് വരില്ല, ഉണ്ടായി എന്നും പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ സൂക്ഷ്മ രൂപം അന്നുണ്ടായിട്ടുണ്ടോ എന്നും പറയുന്നുണ്ട്. അത് ശാസ്ത്ര വിഷയം, മറ്റെന്തെങ്കിലും ആട്ടെ, ശാസ്ത്രവും മതവുമായിട്ട് അവിടെ കൂട്ടിക്കലർത്തേണ്ട ആവശ്യമില്ല, കഥയുമായിട്ട് കൂട്ടിക്കലർത്തേണ്ട ആവശ്യമില്ല. ബ്രഹ്മാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ അന്നുണ്ടായി എന്ന് പറയുന്നുണ്ട്. അത് പോകട്ടെ. പക്ഷേ മനുഷ്യൻ്റെ മനോതലത്തിൻ്റെ വികാസ പരിണാമങ്ങൾ അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ്. മനുഷ്യൻ്റെ മനഃശാസ്ത്രപരമായ സമീപനം അത് മഹാഭാരതത്തിലും 21ാം നൂറ്റാണ്ടിലും എല്ലാം ഒരുപോലെ തന്നെയാണ്. ആ മനഃശാസ്ത്രപരമായ സമീപനം കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് മഹാഭാരതത്തിൽ ഇല്ലാത്തത് ലോകത്തൊരിടത്തും തന്നെ ഇല്ല എന്ന്. അങ്ങനെ മഹാഭാരതം മുഴുവനും വേദവ്യാസൻ എഴുതി, എന്നിട്ടും വേദവ്യാസന് തൃപ്തിയായില്ല എന്നാണ് പറയുന്നത്. അതായത് മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കുവാനുള്ള ഒരു പ്രക്രിയയായിരുന്നു മഹാഭാരതം, ശരിയായ മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കാനുള്ള പ്രക്രിയ. എന്നിട്ട് അവിടെ എന്ത് ചെയ്തു? വേദവ്യാസന് തൃപ്തിയായില്ല, വേണ്ടത്ര സഫലമായി എന്ന് തോന്നിയില്ല. അപ്പോഴാണ് വേദവ്യാസൻ്റെ ആത്മഗതം ഇവിടെ മുഴങ്ങിക്കേൾക്കുകയാണ്. ഇവിടെ മഹാഭാരതത്തിൽ വിതുരരിലൂടെയാണ് മുഴങ്ങിക്കേൾക്കുന്നത്. ഊർധ്വബാഹുർ വിരൗമേഷ നച കശ്ചി ശൃണോതി മാം ധർമാദർത്ഥശ്ച കാമശ്ച സധർമ്മ കിം ന സേവ്യതേ. ഞാനിതാ കൈ ഉയർത്തിപ്പറയുന്നു, പക്ഷേ എൻ്റെ വാക്കുകൾ കേൾക്കാൻ ആരും തന്നെ ഇല്ലല്ലോ. ധർമ്മത്തിൽ നിന്നാണ് അർത്ഥകാമങ്ങൾ ഉണ്ടായിത്തീരേണ്ടത്, എന്തുകൊണ്ട് ആ ധർമ്മത്തെ ആരും സേവിക്കുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. ഇങ്ങനെ വളരെയേറെ ദുഃഖിതനായി മൗഢ്യം കൊണ്ട് വേദവ്യാസൻ വിചരിക്കുമ്പോഴാണ് നാരദനുമായി കണ്ടുമുട്ടുന്നു. നാരദൻ പറഞ്ഞു, നീ പാടിയത് മനുഷ്യകഥകളാണ്. മനുഷ്യകഥകൾ മാത്രം പോരാ, അതിന് ദൈവികമായ ഭാവം കൂടി വേണം. ദൈവികമായ ഭാവം ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ നീ ഉദ്ദേശിച്ച ഫലം സിദ്ധിക്കുകയുള്ളൂ. അങ്ങനെയാണ് ശ്രീമദ് ഭാഗവതം എഴുതിയത്. അപ്പോൾ 1001 രാവുകൾ എന്നുള്ള ആ കഥകൾ, അതായത് ആ പെൺകുട്ടി പറഞ്ഞു കൊടുത്ത കഥകൾ കൊണ്ട്, ആ ഷഹരാസാദ് പറഞ്ഞു കൊടുത്ത കഥകൾ കൊണ്ട് ആ രാജാവിന് മാനസാന്തരം വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ദൈവികതയൊന്നുമില്ലാത്ത ഈ കഥകൾ കൊണ്ട് മാനസാന്തരം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവികത ഉൾക്കൊള്ളുന്ന കഥകൾ, ഭക്തിപ്രധാനമായ കഥകൾ. അതുകൊണ്ട് എത്രമാത്രം മനുഷ്യന് മാനസാന്തരം സംഭവിക്കും, എത്രമാത്രം മനുഷ്യൻ പുണ്യമായ കാര്യങ്ങളിൽ മുഴുകിയിരിക്കും, എത്രമാത്രം ഭഗവത് അഭിമുഖമായിട്ട് ജീവിക്കും, എത്രമാത്രം ധർമ്മപ്രോജ്വലതയിലേക്ക് മനുഷ്യൻ ഉണർന്ന് പ്രവർത്തിക്കും. അതാണ് നാം ചിന്തിക്കേണ്ടത്.